കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു പോസ്റ്റർ കണ്ടു. കേരളത്തിലെ വിവാഹ ചെലവ് 22,810 കോടി റുപ്യ ഒരു വർഷത്തില്. ഞാൻ എന്റെ ഒരു അനുഭവം പറയുന്നതാണ്. ഞാൻ ഒരു വർഷം മുമ്പ് ഞാനൊരു കടയിൽ നിന്ന് ചായ കുടിക്കായിരുന്നു, ഗുൽബർഗയിൽ നിന്ന്. അപ്പൊ ചായ കുടിക്കുന്ന സമയത്ത് എന്റെ മുന്നിൽ ഒരു 65-70 പ്രായമുള്ള ഒരു മനുഷ്യൻ വന്നു. ആളെ മുഖത്ത് ഭയങ്കര വിഷമം, ഭയങ്കര സങ്കടം. അങ്ങനെ ഞാൻ എന്താക്കി മുപ്പരോട് അങ്ങനെ വിഷമത്തിൽ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ പ്രശ്നമെന്ന്. അപ്പൊ അയാൾ പറഞ്ഞതറിയോ, എന്റെ മോളെ കല്യാണാണെന്ന്. അന്ന് 10 മണിക്ക് രാവിലെ സംഭവം. എന്റെ മോളെ കല്യാണാണെന്ന്. വീട്ടില് പിന്നെ ഭക്ഷണമില്ല, മോക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല, ഒരു സംഭവമായിട്ടില്ല. വീട്ടിൽ അവർ മരിച്ച പോലെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന അത്ര. ഞാൻ ചോദിച്ചു ഇപ്പൊ എന്താ ചെയ്യാന്ന് ചോദിച്ചു. മൂപ്പര് പ്ലാൻ എന്തായിരുന്നു പറയാം. മൂപ്പര് എന്നോട് മനസ്സ് തുറന്നു പറഞ്ഞത്, ഞാൻ ഈ ചായ കുടിക്കാനുള്ള 15 റുപ്യല്ലാണ്ട് എന്റെ കയ്യിലില്ല. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഞാനടക്കം പറയുന്ന മലയാളികൾ ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. എന്നിട്ട് അയാള് അടുത്ത ട്രെയിനിന് തലവെക്കാനുള്ള പരിപാടിയാണ്. ആലോചിച്ച് നോക്കും, ആത്മഹത്യ ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞങ്ങൾ പോയി. അപ്പൊ തന്നെ അയാളെ കൂട്ടി തന്നെ പോയി. വീട്ടിൽ പോയപ്പോൾ ഇതന്നെ അവസ്ഥ. ആ പെണ്ണ്, കല്യാണ പെണ്ണ്, ഡ്രസ്സ് പോലും ലോക്ക്. വീട്ടിൽ കല്യാണം എന്ന് പറയൂല, വീട് എന്ന് പറയുന്നത് തന്നെ ചെറിയ ഷെഡ്. ഞങ്ങൾ അന്ന് അൽഹംദുലില്ലാ ഞങ്ങളെ കുറച്ച് സ്നേഹിതന്മാരൊക്കെ പോയി ഒക്കെ എന്താക്കി ക്ലിയർ ആയി കൊടുത്ത് അൽഹംദുലില്ലാ കല്യാണമൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ എന്റെ വിഷയത്തിലേക്ക് 22,810 കോടി റുപ്യ കേരളത്തിൽ കല്യാണത്തിന്റെ ചെലവ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാല് ഒന്നിന്റെ ഞാനടക്കം പറയുന്ന ആൾക്കാരൊന്ന് ആലോചിച്ച് നോക്കും. നാളെ റബ്ബിന്റെ കോടതിയിൽ ഇതുപോലത്തെ പാവങ്ങളുള്ള സ്ഥലത്ത് നമ്മൾ 22,810 കോടി റുപ്യന്റെ ചെലവ് എന്നെല്ലാം പറഞ്ഞാല് റബ്ബ് നമ്മളെ വെറുതെ വിടുമോ? എനിക്ക് തോന്നുന്നില്ല, ഡൗട്ടാവുന്നു. എന്നുവെച്ചാൽ എത്ര സാധുക്കളുണ്ട് ദുനിയാവില്, എന്തുമാത്രം കല്യാണ ചെലവുകൾ, എന്തൊക്കെ കല്യാണത്തിന്റെ പേരിൽ എന്തൊക്കെ കൂത്താട്ടങ്ങൾ നടക്കുന്നത്. നമ്മളൊക്കെ ഈ ഫീൽഡ് വർക്കിൽ ഇറങ്ങിയിട്ട് അനുഭവം ഉള്ളതുകൊണ്ട് പറയുന്നട്ടോ, കുറച്ചൊന്ന് കുറച്ച് കഴിഞ്ഞാല് ഒരു സമാധാനം. അങ്ങനെയല്ല, ഹിസാബ് കുറച്ച് കുറയില്ലേ അറ്റ്ലീസ്റ്റ്. ഇത് വേണ്ടാത്ത പല കാര്യത്തിന് അനാവശ്യമായിട്ട് ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യം കേട്ടോ. പക്ഷെ നമ്മൾ ഈ സാധുക്കളൊക്കെ നിരന്തരം കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്, ഉള്ളുന്നുള്ളൊരു വിഷമം കൊണ്ട് പറയുന്നട്ടോ. ഇത് അള്ളാഹുവിന്റെ കൂട്ടത്തിൽ കൃത്യമായ മറുപടി എല്ലാവരും കൊടുക്കേണ്ടി വരും കേട്ടോ. അള്ളാഹു നമ്മളെല്ലാം കാത്തിരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.